എന്തെല്ലാം ഉം. സുഖം. ഉം. എന്താ സുഖമാണ്? അങ്ങനെ പറയാൻ പോവുകയില്ല. എന്നാ പറയണ്ടേ? ഞാൻ ഇത് നമ്മളെ ഗിരീഷ് വിളിച്ചിരുന്നു. ഓന്റെ ഓരോ കാര്യങ്ങളും കണ്ടിങ്ങനെ ഹാപ്പി ചെയ്ത് നിൽക്കുന്നതാണ്. ഞാൻ കല്യാണം കഴിപ്പിച്ചാ? കല്യാണം കഴിപ്പിച്ചിട്ടില്ല. അവന്റെ മാമന്റെ മോള് ഇതായിട്ടുള്ളത് മാമന്റെ വീട്ടിൽ നിന്ന് നല്ലത്. രണ്ടിനിയും എന്താ പറയാ ശരിക്ക് കൃഷി നടന്നോണ്ട് അമ്മായി എന്നെ നേരിട്ട് വേണ്ട. എന്നിട്ട് പറഞ്ഞു ഇനി മേലാല് ഈ സ്ഥലത്ത് നീ കൃഷി ചെയ്യാനോ വിത്തിറക്കാനോ പാടില്ല എന്ന് പറഞ്ഞു. ഇനി തന്നെ അടുത്ത് പറഞ്ഞു. കെട്ടിച്ചു കൊടുക്കാൻ സമ്മതിച്ച? ഇല്ല, അവര് പറഞ്ഞോര് നമ്മള് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി റെഡിയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അല്ല, അപ്പൊ പറഞ്ഞില്ല പറഞ്ഞു പിന്നെ നിനക്ക് അങ്ങനെ കല്യാണം കഴിക്കാൻ നമുക്ക് താല്പര്യമില്ല ഇങ്ങനെ? ഇല്ല, അല്ല അത് ഇപ്പോഴില്ല. അവന്റെ അമ്മായി കണ്ടതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഒരു സംഭവം പറഞ്ഞതേ ഉള്ളൂ. അവൻ അങ്ങനെ പറഞ്ഞേ. വിത്ത് മുളച്ചിട്ടൊന്നുമില്ലല്ലോ? വിത്തൊന്നും മുളച്ചിട്ടില്ല. വിത്ത് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ വിത്ത് നശിക്കാനുള്ള മരുന്ന് അപ്പോൾ ഇടലുണ്ടല്ലോ. അതുകൊണ്ട് വിത്തൊന്നും മുളക്കൂല എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ എന്റെ ഇത് അമ്മാവനൊക്കെ അറിഞ്ഞു. അമ്മാവനൊന്നും അറിഞ്ഞിട്ടില്ല, അമ്മായി അറിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അവനെന്താ പറയുന്ന അറിയാമോ? അമ്മായി മോശമൊന്നുമല്ല. ഞാൻ ശാന്തട എന്താ പറയും, അമ്മായി അളിയ ഒടുക്കത്തെ ഫീസാണ്. പിന്നെ അമ്മായി ഇനി ഇത് കണ്ട സ്ഥിതിക്ക് അമ്മായി എന്നെ നോട്ടോടുന്ന് പറയാൻ പറ്റൂല. അമ്മാവൻ പോരെ? മതിയാവില്ല. അതാണ് ഓരോരുത്തരുടെ അവസ്ഥകളെ അടുത്തറിയുമ്പോന്ന് തമാശ മതി. അതാണ് പിന്നെ ഇന്ന് പുസ്തകത്തില് സാരി വെച്ചു വീട്ടിൽ അറിയാന്നാ പറഞ്ഞത്. ഇങ്ങനത്തെ കല്യാണത്തിന് എല്ലാം ഫുൾ ടൈം ഉള്ളതല്ലേ, നീ കണ്ടിട്ടില്ലേ? നമ്മളെ വീഡിയോയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആളല്ലേ. ശ്രദ്ധിക്കാൻ പറ്റിയില്ല, കണ്ടിന്. നമ്മളെ വീഡിയോയിലൊക്കെ നിറഞ്ഞു നിന്ന് എല്ലാ കാര്യത്തിലും ഓടി നടന്ന് നമ്മളെ സഹായിച്ച ആൾക്കാരല്ലേ. അതുകൊണ്ടാണ് ഇത്ര വലിയ ഇഷ്ടം. അതെന്താ അന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ? പ്രത്യേകിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്ത് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. നല്ല വയസ്സുണ്ട്, 19 വയസ്സില്ലേ? അത്ര ഇല്ലേ? 30. അതും ഇപ്പൊ കാണാൻ നല്ല ഗ്ലാമർ അല്ലേ ആള് ഇപ്പൊ? അതിനൊന്നും കുറച്ചില്ല. ഒറ്റൊരു മോളേ ഉള്ളൂ. എനിക്കറിയില്ലേ. മോളെങ്ങനെ? ഞാൻ പറഞ്ഞു ചെറിയ കുട്ടി, എനിക്കറിയില്ലേ. എനക്കറിയാല്ല, ഇങ്ങനെ ഇഷ്ടമായ സ്ഥിതിക്കാൻ ചോദിച്ചു. അന്നെ ഇഷ്ടോ? അത് അങ്ങനെയുള്ള ഇഷ്ടമൊന്നുമില്ല. പോയാർന്നു. എന്നിട്ട് എന്നാ എന്തു പറഞ്ഞേ? അമ്മയില്ലല്ലോ അവിടെ? അമ്മയില്ലാതെ എന്നോട് പറഞ്ഞു ഓനില്ലാണ്ട്. എങ്ങനെ നിൽക്കുന്നു? ഒന്നുമില്ലാണ്ട്. അവിടെയും നമുക്ക് തന്നെ പാരാ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഇങ്ങനെ നിൽക്കുന്നില്ലാണ്ട് അനക്കൊന്നും അങ്ങനെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റൂല. പറഞ്ഞു കൃഷിപ്പണിയില്ലാണ്ട് നിൽക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞ കാര്യം ചേച്ചി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ മോളെ നിന്റെ അടുത്ത് ഇങ്ങനെ പച്ചക്കൊന്ന് പറഞ്ഞ അവര്? പിന്നെ എന്നാ അവരെ ശ്രദ്ധിക്കണം കേട്ടോ. എന്തെല്ലാ പറഞ്ഞ? നിന്നെ വഴിതെറ്റിക്കുവേ? വഴിതെറ്റിക്കുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതല്ലേ. അതുകൊണ്ട് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടല്ലേ അവരെ? അങ്ങനെ നിങ്ങളെ ഇഷ്ടമാണെന്ന് നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട്
അന്നെ ഇഷ്ടപ്പെടാൻ പാടില്ല. എന്നാ അന്യായം. അങ്ങനെയല്ലല്ലോ. എടി അവര് എന്നോട് നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ്. സ്വഭാവം എനിക്ക് മനസ്സിലായി. ഉം. നല്ല സ്വഭാവം. എന്നിട്ട് എന്താ പറഞ്ഞേ? കൊറേ പറഞ്ഞങ്ങനെ എനിക്കറിയാലോ, നിങ്ങളാ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാണ്ട് എനിക്കൊന്നും ആവുന്നില്ലേ എന്നെല്ലാം ചോദിച്ചു. നീ എന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞേ ഞാനെന്നാ പറയണ്ടേ, ഞാൻ വന്ന് ചാടി വെച്ച് ആയിട്ടൊന്നും കാര്യമില്ല. പിന്നെ കൃഷി ചെയ്യേണ്ട ആള് വരണ്ടേന്ന്. എനിക്ക് നാണമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറയാ അവരോട്. പിന്നെ ഇങ്ങോട്ട് പറയുമ്പോ ഞാൻ പിന്നെ പറയണ്ടേ? എന്നിട്ട് ആ പടം ഒരു പെണ്ണല്ലേ ഉള്ളൂ. അതല്ല, അപ്പൊ പിള്ളേർ വേണമെന്നുണ്ട് അതിന്. അത് ശരി. ഗിരീഷിന് ഇപ്പം പിള്ളേരുണ്ടായിട്ട? ഗിരീഷിന് പിള്ളേരുണ്ടായിട്ടില്ല. അല്ല അവരെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഹാപ്പി. ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? അങ്ങനെ വീട്ടിലടക്കം വരുന്നില്ലേ. അപ്പൊ ഓരോ ഭർത്താവ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓരോ കണിയും പുള്ളിക്കൊരു ഇച്ചിരി വയസ്സ് കൂടുതലുണ്ട്. ഇച്ചിരി വയസ്സ് കൂടുതലല്ലേ വേണ്ടേ? അതെ, കുഴപ്പമൊന്നുമില്ല. അല്ല, കൃഷി ചെയ്യാനുള്ള നല്ല ആളാ. അതെനക്കല്ല, അത് നീ പോയിട്ട് അവരെ ഭർത്താവോട് ദിലീപാട്ടിനോട് പോയി ചോദിച്ചു നോക്ക്. നിങ്ങളോട് നിങ്ങളെ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചത്. അയാള് അത്ര കോഴി. എല്ലാം മോളെല്ലാം കൂടി എല്ലാം നീ എന്റെ പടലേക്ക് വെക്കാൻ പോവാ. അവരത് വെറുതെ നിന്നോട് ഒന്ന് മണിയടിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കുവേ. മണിയടിക്കാനാണോ? എന്നിട്ട് നിന്നെ ഇങ്ങനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിങ്ങനെ കൊണ്ടുവന്ന അവരെ പ്രലോഭനത്തിൽ നിന്നും വീണ് പോറും കേട്ടോ. വേറെ ഇതൊന്നുമല്ലല്ലോ പറഞ്ഞു. കൃഷി ചെയ്യാനെന്താ പറ്റാതെ ചോദിച്ചു. കൃഷി ചെയ്യാണ്ടെങ്ങനെ നിൽക്കുന്നല്ലേ ചോദിച്ചു. അതെല്ലാം കാട് വീഴ്ചായിരിക്കല്ലോ എന്ന് പറഞ്ഞു. അത്രയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരൊക്കെ മനസ്സിൽ ഇങ്ങനെ അവിടെ ഞാൻ അതിന് നാണക്കേടാവൂല മൊത്തത്തിൽ. നാണക്കേടെന്നോ? എന്നാലും ഇങ്ങനെയല്ല ഉണ്ടാവാൻ പറയും. എല്ലാരും ചെയ്യുന്ന കൃഷിപ്പണിയല്ലേ നമ്മൾ ചെയ്യും. അവരെ പറ്റി എന്റെ മനസ്സിലുള്ള എല്ലാ ചിന്താഗതിയും തെറ്റിയല്ലോ. വേറെ എന്ത് ചിന്തേനും? വേറെ എന്ത് ചിന്തേനുള്ളത്? നല്ല ഡീസന്റ് ആയ ഒരു സ്ത്രീയാന്ന് വിചാരിച്ചു പോകുമ്പോ. അല്ല, ഡീസന്റ് ഉള്ള എനിക്കിത് പറ്റൂല. അല്ല, കൃഷിപ്പണി ഇത് ഡീസന്റ് ഉള്ള ഞാൻ ചോദിക്കുന്നത്, നിങ്ങള് പെണ്ണുങ്ങളെല്ലാവരും ഒത്തുകൂടുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത്? എന്നോട് ചോദിച്ചു. എന്നാലും അതെങ്ങനെയാ? ഒന്നുമില്ലെങ്കിൽ നിന്നാക്കാണി ഒരു 10 വയസ്സെങ്കിലും കൂടുതലില്ല അവർക്ക്. 10 വയസ്സ് അധികം ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഇത് ചോദിച്ചു. അവർക്ക് തീരെ നിൽക്കാൻ പറ്റൂല. പിന്നെ ദിലീപാട്ടന്റെ പണ്ടാരം അറിഞ്ഞിട്ട് ദിലീപാട്ടൻ കൃഷി ചെയ്ത് ഇതാക്കിയൊന്നും അറിയില്ല. അത് ഇതാകുന്നുണ്ടാവല്ലേ കൃഷി ചെയ്യാൻ വേണ്ടിട്ട്? എന്താ ചെയ്യാ? ഇവരല്ലേ ഇങ്ങനെ ഇത്രയും വലിയ പണിക്കാരാ? അതായിരിക്കും. എന്നോട് ചോദിച്ചിട്ടുണ്ടോ? അല്ലാണ്ട് അനക്ക് ഒരു ദിവസം വരെ ഞാൻ മാറി നീക്കില്ല എന്നൊന്നും പറയില്ല. നീ നല്ല കമ്പനിയാക്കി വെക്കണ്ട. കമ്പനി കഴിഞ്ഞാൽ ഒരു ദിവസം വരും കേട്ടോ അതിനടുത്ത് സംസാരിക്കാൻ. അവർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ആള് കമ്പനിയായി കഴിഞ്ഞാൽ പിന്നെ ദിവസം കിസ പറയാൻ വരും. അല്ല, എന്തെല്ലാന്ന് അറിഞ്ഞൂടെ പറയുന്നത്? നമുക്ക് അറിയാത്തതൊന്നും കൊണ്ട്
ലാസ്റ്റ് നീ എന്ത് വേണോ ഇവിടുന്ന് എന്നെ അങ്ങോട്ട് എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്യിപ്പിക്കണം. ആ അവര് നിന്നെ പറഞ്ഞ് മൂപ്പിച്ചിട്ട്. അത് വേണല്ലോ. വെറുതെ അല്ല അതുകൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ശാരീരിക്ക് നാളെയും വരുന്നു. വെറുതെ അല്ല കേട്ടോ ദിലീപായിട്ട് ഇങ്ങനെ മെലിഞ്ഞിന് ഒരേ കൃഷിപ്പണി എടുത്ത് മെലിഞ്ഞ് കുട്ടികളൊക്കെ വിളിച്ചിട്ട് അല്ല നാളെയും വരണേന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി പറയൂ.